സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോയാലോ? അതായത് പെർ ഹവറിൽ $27 വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഫുഡ്, അക്കോമഡേഷൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വിസ സ്പോൺസർഷിപ്പും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഇത് യൂറോപ്പിൽ കിട്ടുന്ന റിയൽ ജോബ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് സ്വിറ്റ്സർലാൻഡിൽ ഈ ഒരു 2026 ഫോറിനേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു എൻട്രി ലെവൽ മുതൽ ഈ ഒരു മാനേജർ പോസ്റ്റ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്, ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് കിട്ടില്ല. അതായത് റിക്വയർമെൻറ്റ്സ് ഒന്നും വായിക്കാണ്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാണ്ട് റിജക്റ്റ് ആവുക തന്നെ ചെയ്യും. റാൻഡമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്, വേസ്റ്റ് ഓഫ് ടൈമാണ്. സോ നിങ്ങൾ എപ്പോഴും ശരിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ജോബ് പോസിബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്. ഓക്കെ, സോ ഈ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ലാൻഡ്സ്കേപ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കാരണം. അതായത് ഈ ഒരു ആൽപ്സ് മൗണ്ടെയ്ൻസ്, ഗ്ലോബൽ ബാങ്കിങ് ഹബ്ബ്, ലക്ഷറി വാച്ചുകൾ, അതായത് ഈ ഒരു റോളക്സിൻ്റെയും ഈ ഒരു ഒമേഗ അവരുടെ ബർത്ത് പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ചോക്ലേറ്റ്സിൻ്റെ നാടുകളാണ്. സോ അതുപോലെ തന്നെ ഹയസ്റ്റ് സാലറി കൊടുക്കുന്ന ഒരു രാജ്യം. സോ ഇങ്ങനെ സ്വിറ്റ്സർലാൻഡ് വളരെ ഫേമസ് ആണ്. ഈ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വേൾഡ് ഫേമസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ലക്ഷറി ഹോട്ടലുകൾ ഉണ്ട്. സോ ഈ ഒരു സിറ്റീസ് ആയിട്ടുള്ള ഈ ഒരു സൂറിക്ക്, ജനേവ, സെർമാറ്റ്, സെന്റ് മോറിറ്റ്സ് ഇവിടെയൊക്കെ ഇതുപോലെയുള്ള ധാരാളം ലക്ഷറി ഹോട്ടലുകൾ ഉണ്ട്. ഒരുപാട് ട്രാവലേഴ്സ് വരുന്ന സ്ഥലങ്ങളാണ്. സോ ഇവിടെയൊക്കെയുള്ള ഈ ഒരു ഹോട്ടൽസിക്കാണ് ഈ ഒരു ഫോറിൻ വർക്കേഴ്സിനെ വരെ ഹയർ ചെയ്യുന്നത്. സോ ഈ ഒരു ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. ഹോട്ടൽ വർക്കേഴ്സിനെയാണ് ആവശ്യമുള്ളത്. എങ്ങനത്തെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുൾ ടൈം പെർമനൻറ്റ് ജോബുകളായിരിക്കും, സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ജോബുകളാണ്. പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഓരോ പൊസിഷൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഹൈസ്കൂള്, ഡിപ്ലോമ, ഡിഗ്രി ഇങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. 20+ ഏജ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യുക. എക്സ്പീരിയൻസ് ഒരു 1 to 2 years ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഏത് നാഷണാലിറ്റി ഉള്ളവർക്കും, ഇന്ത്യൻസിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന സാലറി, അതായത് ആവറേജ് സാലറി ആയിട്ട് ഹവർലി $27 വരെയാണ് കൊടുക്കുന്നത്. സോ നമുക്കൊരു ഇയർലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു €68,000 മുതൽ €74,000 വരെ. ഈ ഒരു €74,000 എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മണിയിൽ ഏകദേശം ഒരു 69 ലക്ഷത്തി സംതിങ് രൂപയാണ് വരുന്നത്. സോ അങ്ങനെ നമുക്കൊരു പെർ മന്ത് നമുക്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 lakhs+ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. സോ നമുക്ക് ഇത്രയും സാലറി ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനനുസരിച്ച് ഒരു സേവിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. സോ ഇനി എന്തായാലും നമുക്ക് ടൈപ്പ് ഓഫ് ദ ജോബ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ, പിന്നെ ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷനിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് സ്റ്റാഫ്, ബാർ ടെൻഡർ, ഷെഫ്, സോസ് ഷെഫ്, പാസ്ട്രി ഷെഫ്, സ്പാ തെറാപ്പിസ്റ്റ്, ഇവൻറ്റ് കോർഡിനേറ്റർ, ഹോട്ടൽ മാനേജർ, റെസ്റ്റോറൻറ്റ് മാനേജർ, പോർട്ടർ, സെക്യൂരിറ്റി സ്റ്റാഫ്. സോ ഇതൊക്കെയാണ് പൊസിഷൻസ് എന്ന് വരുന്നത്. ഓക്കെ, ഇനി റിക്വയർമെൻറ്റ്സ് നമുക്ക് നോക്കി നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് സ്കിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തായാലും മാൻഡേറ്ററി ആണ്. പിന്നെ അതല്ലാണ്ട് നിങ്ങൾക്ക് ജർമ്മനോ അല്ലെങ്കിൽ ഫ്രഞ്ചോ ഇറ്റാലിയനോ അറിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം, നമ്മളിപ്പോൾ ഒരു എൻട്രി ലെവലാണെന്നുണ്ടെങ്കിൽ ഓക്കെ ബേസിക് ആണ്, ഓക്കെയാണ്. ബട്ട് നിങ്ങളൊരു സ്കിൽഡ് റോൾസിനാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് റിക്വയർഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ ബെനിഫിറ്റ്സ് അറിയാം. നല്ലൊരു സാലറി കൊടുക്കുന്ന രാജ്യം, വിസ സ്പോൺസർഷിപ്പ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഹൈ ക്വാളിറ്റി ലൈഫ്, ക്ലീൻ സേഫ് കൺട്രിയാണ്. അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ ഏറ്റവും നല്ല രാജ്യം, പ്രൊമോഷൻ ചാൻസ് ഉണ്ടാവും, ഇൻ്റർനാഷണൽ വർക്ക് എൻവയോൺമെൻറ്റ്, മൾട്ടി കൾച്ചറൽ എക്സ്പ്ലോഷർ, അതുപോലെ തന്നെ ഈ ഒരു എംപ്ലോയീസിനൊക്കെ ഡിസ്കൗണ്ട്സ്, ഹോട്ടൽ സ്റ്റേ, ഫുഡ് ബെനിഫിറ്റ്സ്, ഹെൽത്ത് ഇൻഷുറൻസ്, പെയ്ഡ് വെക്കേഷൻസ്, വർക്ക് ലൈഫ് ബാലൻസ്, ഓൺ ദ ജോബ് ട്രെയിനിങ്. സോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്തായാലും നോക്കുക. അതായത് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള രാജ്യമല്ല. ഓക്കെ, സോ ഈ ഒരു എംപ്ലോയർ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കില്ല് അത് നന്നായിട്ട് ഉണ്ടാവണം. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നമുക്കറിയാം സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണ്. ഒരുപാട് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ബട്ട് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു റൈറ്റ് അപ്രോച്ച് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കിത് പോസിറ്റീവ് ചാൻസസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം.
ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു CV ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ യൂറോപ്പിലേക്കാണ് നോക്കുന്നത്, ഒന്നല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് സ്റ്റൈൽ ഒരു CV നിങ്ങൾ ഉണ്ടാക്കുക. യൂട്യൂബിലൊക്കെ പോയാൽ നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. ഇനിയല്ല നിങ്ങളൊരു യൂറോപാസിൻ്റെ CV ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് യൂറോപാസിൻ്റെ CVയും കവർ ലെറ്ററൊക്കെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ ഉണ്ടാവും, അത് പോയിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഹോട്ടൽ ജോബ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ ആവും പിന്നെ ഉണ്ടാവുക. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ദെൻ ഈ ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടും. പിന്നെ ദെൻ വിസ പ്രോസസ്സ് വരും. അതിനുശേഷം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും സ്വിറ്റ്സർലാൻഡിലേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരിക. പ്രോസസ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും ബാക്കിയുള്ളതിൻ്റെ പ്രോസസ്സും. ഇനി എങ്ങനെയാണ് ഒരു ജോബ് നേടിയെടുക്കാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. സോ നിങ്ങൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താൻ പറ്റും. അതായത് ഇന്ത്യയിലേക്ക്. സോ നമുക്കിവിടെ ഒരുപാട് ജോബുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് സ്വിറ്റ്സർലാൻഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഹോട്ടൽ ജോബുകൾ, ഇപ്പോൾ ഈ ഒരു ബാർടെൻഡർ ജോബുകളുണ്ട്, ഫ്രണ്ട് ഡെസ്ക് ഏജൻറ്റ് ജോബുകളുണ്ട്. സോ നമുക്ക് ഈ ഒരു ബാർടെൻഡറിൻ്റെ ജോബ് നമുക്ക് നോക്കി നോക്കാം. സോ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾ വിടുക. ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുക. ദെൻ ഇത് കോപ്പി ചെയ്ത ശേഷം നിങ്ങൾ ChatGPTയിൽ പോയിട്ട് നിങ്ങളിത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിനാവശ്യമുള്ള കീവേഡ്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ, CVയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ എടുക്കുക. ദെൻ നിങ്ങൾ CV ഉണ്ടാക്കുമ്പോൾ പിന്നെ എപ്പോഴും ഒരു കസ്റ്റമൈസ്ഡ് CV ഉണ്ടാക്കുക. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണ്. സോ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ഇതിനനുസരിച്ചുള്ള കീവേഡ്സ് ഉണ്ടാക്കിയിട്ട് ആ കീവേഡ്സ് നിങ്ങൾ ആ ഒരു CVയിൽ നിങ്ങൾ ആഡ് ചെയ്യണം. എന്നിട്ട് മാത്രം ഈ ഒരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെ നമ്മൾ ഓരോ ജോബിനും അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ CV ഉണ്ടാക്കണ്ടേ എന്നുള്ളത്. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം എപ്പോഴും നമ്മളൊരു കസ്റ്റമൈസ്ഡ് CVയും അതുപോലെ തന്നെ കവർ ലെറ്ററും നമ്മൾ ഉണ്ടാക്കുക. കവർ ലെറ്റർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ അതിൽ ആ ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽസും എംപ്ലോയറുടെ ഡീറ്റെയിൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് സ്വിറ്റ്സർലാൻഡിനുണ്ട്. നിങ്ങൾ അതുവഴിയൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു സ്വിറ്റ്സർലാൻഡിൽ ജനീവയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് CERN എന്ന് പറയുന്നത്. സോ ഈ ഒരു CERN എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ റിസർച്ച് സെൻ്റർ ആണ്. ബട്ട് നമുക്കവിടെ ഈ ഒരു സയൻസ് ബേസ്ഡ് ജോബുകൾ മാത്രമല്ല വേറെയും ഒരുപാട് ജോബുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവരുടെ നേരെ വരെ ഇൻ്റർഫേസ് പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ വെബ്സൈറ്റ് പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു CERN വഴി ഒരുപാട് ആളുകൾക്ക് ഇവർ ജോബ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ അതും വളരെ ഒരു ഈസി ഷോർട്ട് കട്ടാണ്. സോ അതും നല്ലൊരു മാർഗ്ഗമാണ്. സോ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു CERNനെ പറ്റിയിട്ടും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ട്. സോ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐബട്ടനിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാൻ പറ്റും. അതുവഴി പോവുകയാണെങ്കിൽ ഈ ഒരു CERNക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെയും ട്രൈ ചെയ്യുക. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും കേട്ടോ. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് അല്ല, അതുപോലെ തന്നെ ഒരു ലെക്കും അല്ല. ഇതെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ കൺസിസ്റ്റൻസി, അതാണ് ഏറ്റവും മാറ്റർ. റൈറ്റ് ആയിട്ടുള്ളൊരു ജോബ് റൈറ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് ആവും. ഓക്കെ, സോ എപ്പോഴും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഈ ഒരു സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ഒരു ലക്ഷറി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ദെൻ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടുഡേ. ഓക്കെ, സോ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അതുപോലെ തന്നെ യൂറോപ്പിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ കാണാറുണ്ട്. സോ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ എന്തായാലും കമൻസിൽ അറിയിക്കുക. സോ അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും എംപ്ലോയേഴ്സ്, മലയാളീസായ ഏതെങ്കിലും എംപ്ലോയേഴ്സോ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയാണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. So and finally it's me Shyam and this is Wayfarer Insights and this channel won't disappoint you and thanks for watching.